ഹലോ, ഇന്നൊരു ചെറിയ സ്നാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. മുട്ട കൊണ്ടുള്ള ഒരു സ്നാക്കാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. മുട്ട ബോണ്ട. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര മുട്ടയാണോ എടുക്കുന്നത് അത്രയും മുട്ട നമ്മൾ പുഴുങ്ങിയെടുക്കുക. എന്നിട്ട് ഓരോ മുട്ടയും 4 പീസാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് മൊത്തത്തിൽ ഗോതമ്പ് മച്ചും ഇത് ചെയ്യാൻ കുഴപ്പമില്ല. പിന്നെ ഒരു വലിയ സവാള ചെറുതാക്കി ഇതുപോലെ കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി നുറുക്കിയത് 1 സ്പൂണും, ഒരു പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തത്, പിന്നെ കറിവേപ്പിലയും ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ നമ്മൾ ഒരു പച്ചമുളക് ചേർത്തത് കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ അത് കടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ മുളക് കറക്റ്റ് ആവില്ല. അതുകൊണ്ടാണ് നമ്മളൊരു സ്പൂൺ മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് ദോശമാവിനേക്കാളും കുറച്ച് കട്ടിയിലുള്ളൊരു പരുവത്തിൽ നമ്മളിത് ഇതുപോലെ ആക്കി എടുക്കാം. എന്നിട്ട് വേറെ ഒന്നുമില്ല, നമ്മൾ പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട പീസ് ഇതിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അത് ചൂടായി കിടക്കുന്ന എണ്ണയിൽ വറുത്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. മുട്ടയും പച്ചമുളകിൻ്റെ ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിതിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് മാറി നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ തെറിക്കും. എന്നിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് ഗോൾഡൻ കളർ, അങ്ങനെ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾ വറുത്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, പക്ഷെ നല്ല ടേസ്റ്റാണ്. നമുക്ക് സോസ് കൂട്ടിയിട്ടും അല്ലാതും കഴിക്കാം. സാധാരണ നമ്മൾ മുട്ട ബജിയൊക്കെ കടലമാവിലാണ് ഉണ്ടാക്കുക. ഇവിടെ കടലമാവ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അത്ര വലിയ ഇഷ്ടമില്ല ആർക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ട്രൈ ചെയ്തത്. ഇതൊരുവിധം എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊക്കെ ഇന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കുക. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ.